ഹലോ, വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. വീണ്ടും ഒരു ഷീൻ ഹോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പാർസൽ വന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പൊട്ടിച്ചൊന്ന് നോക്കി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഐറ്റം ഞാൻ കുറേ നാൾ കാട്ടിലിട്ട് വെച്ചിട്ട് വേണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം മേടിച്ചൊരു സാധനമാണ്. ഒരു ചെറിയ ഒരു ബാഗ്. അത് യെല്ലോ തന്നെ എനിക്ക് വേണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ യെല്ലോയിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ പാക്കേജിങ്ങിൻ്റെ പ്രശ്നം കാരണമാണ് ഇച്ചിരി ഇങ്ങനെ സ്ക്വിഷ്ഡായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ സ്ക്വിഷിങ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല ക്യൂട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ ടൈപ്പിൽ ഓഫ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് കേട്ടോ, ഇവിടെ ഇങ്ങനത്തെ ഒരു, പക്ഷെ അത് വലിയ ഇതൊന്നും അല്ല, ഫില്ലർ പോലത്തെ സാധനം. വേറെ അകത്ത് വേറെ ഒരു കള്ളികളും അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. പോക്കറ്റ്സും അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ഫോണും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒന്നി നമുക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഡബിളായിട്ട് ഇതേ ഇങ്ങനെ ഇടാം. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഒരു പാക്ഡ് എന്താ പറയുന്ന ഒരു ബോക്സിൽ വന്നിരുന്നെങ്കിൽ അത് ഇച്ചിരിയും കൂടെ വൃത്തിയായിട്ട് വന്നിരുന്നേനെ. പക്ഷെ എൻ്റെ പാക്കേജിങ്ങിൻ്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി വിത്ത് ദ ഫസ്റ്റ് ഐറ്റം. ഇതാണ് ഫസ്റ്റ് ഐറ്റം. അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ ഒരു പാക്കിൽ 3 എണ്ണമായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ ലിങ്കും ഇതെല്ലാം ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത്. തേർഡ് ഐറ്റം എന്ന് പറയുന്നത് പിമ്പിൾ പാച്ചസ് ആണ് കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചതാണ്. 200 പാച്ചസ് ആണുള്ളത്. ഇതും നല്ല സ്ക്വിഷ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. പല കളേഴ്സും ഉണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ സ്റ്റാർസിൻ്റെ ഷേപ്പിലുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് ഐറ്റം എന്ന് പറയുന്നത്. ഫോർത്ത് ഐറ്റം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോവാട്ടോ. ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് ഇത് വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് ക്ലേ ഫേസ് മാസ്ക് ആണ്. നല്ല റിവ്യൂ ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും വൈറ്റമിൻ സിയും ആണ് ടെർമറിക്കും ആണ്. അപ്പം നമുക്ക് ഒരു ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. പിന്നുള്ളത് എന്ന് പറയുന്നത് ഇത് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ആണ്. അതൊരു ഗോൾഡൻ കളറിലുള്ള ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു സെറ്റും മുണ്ടിലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഇത് റിവ്യൂ പറയുന്നതാണ്. എന്തെങ്കിലും ഫാബ്രിക് പെയിൻ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവാൻ ചാടില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. ആലോചിച്ച് ഇവിടെ ചുറ്റുവട്ടത്തുണ്ട്. ഇവിടെ ഒക്കെ ആക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇനി ഞാൻ മോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് ഒരു മാലയും കമ്മലിൻ്റെയും സെറ്റാണ്. ഓക്കെ, മാലയും കമ്മലിൻ്റെയും സെറ്റാണ്. നമുക്ക് ആദ്യം മാല എടുക്കാം. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് മാല. എല്ലാവരും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 3 ഫ്ലവേഴ്സ് ഇങ്ങനെ ഹാങ്ങിങ് ആണ്. അതിൻ്റെ പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹുക്കാണ്. അപ്പം ഞാൻ ഏറ്റവും അറ്റത്തിട്ടാൽ ഈ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഈ ചെയിൻ്റെ ഏറ്റവും അറ്റത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ താലിമാല മാറ്റുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലെങ്ത്ത് കിട്ടും. ഇപ്പം നമ്മൾ കയറ്റി ഇടണമെങ്കിൽ ഇത് ഇങ്ങനെയും വരും. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ താലിമാല തിരിച്ചു കട്ടെ. പിന്നെ അതിൻ്റെ കമ്മലെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അതൊരു സിംഗിൾ ഫ്ലവറാണ്. ഒരു സിംഗിൾ ഫ്ലവർ ഹാങ്ങിങ് ആണ് കേട്ടോ.
കാണാമെന്ന് വിചാരിക്കുന്നത്. ഇതുണ്ടോ ക്ലോസപ്പ് ലുക്ക് ഇതാണ്. ഒരു സിംഗിൾ ഫ്ലവറും മുകളിൽ ഇങ്ങനെ ഒരു വെറുതെ ഇതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ സെറ്റ് സാരിയുടെ കൂടെയും സാരികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയർസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതൊരെണ്ണം ഇട്ടാൽ മതി, ഇനഫായിരിക്കും. ഇതൊക്കെയായിരുന്നു ഞാൻ ഷീനിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. നിങ്ങൾക്ക് ഈ ഹോളിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്കും പോയി അത് പർച്ചേസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല ഹോളുമായി വീണ്ടും വരുന്നതാണ്. ബൈ ബൈ പറയാൻ സമയമായപ്പോൾ അലോഷി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ നമ്മൾ പറയണത്? ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ബൈ ബൈ. ഉമ്മ love you. Ow. Okay.